എറണാകുളം പറവൂരിലും കുർബാ സംഘത്തിന്റെ കവർച്ചാ ഭീഷണി കവർച്ചാ ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. പറവൂരിൽ 10ഓളം വീടുകളിലാണ് കുർബാ സംഘം ഇത്തരത്തിൽ കവർച്ച നടത്തിയത്. അതിന്റെ വിശദാംശങ്ങളാണ് കെ ഉമേഷിന് പങ്കുവയ്ക്കാനുള്ളത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് 3 പേർക്കും. ഉമേഷ് എവിടെ? ആരെയും വിട്ടില്ല, എല്ലാവർക്കും ഒരുമിച്ച് ചേർത്ത് ഗുഡ് മോർണിംഗ് ഉണ്ട്. ഉമേഷ്, അല്ലെങ്കിൽ വലിയ പരാതിയാണല്ലോ മനു, കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഈ കുർബാ സംഘക്കാരെ കൊണ്ട് വലിയ പ്രശ്നമാണല്ലോ ഇപ്പോൾ. എന്താണ് എറണാകുളം ജില്ലയിൽ സംഭവിക്കുന്നത്? കുറെ ആളുകളെയൊക്കെ ആലപ്പുഴയിലൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് എന്താണ് സ്ഥിതി? പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? മനു, എറണാകുളത്ത് ഈ പറവൂരിൽ വന്നത് കുർബാ സംഘമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. നിലവിലെ പോലീസിന്റെ നിഗമനം അനുസരിച്ച് ഇത് കുർബാ സംഘമല്ല എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇത് അവരുടെ ചില ലക്ഷണങ്ങൾ, രീതികൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് എന്നവർ പറയുന്നു. പക്ഷേ അവരുടെ വേഷവിധാനവും മറ്റും കുർബാ സംഘത്തിൻ്റെ ആണ് താനും. അപ്പോൾ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ടില്ല, അക്കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ പിടിയിലായ സന്തോഷിനെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഈ പറവൂരിൽ വന്നതും ഇവരാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കാനാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. ഇത് കുർബാ സംഘമാണ് എന്ന് തോന്നലുണ്ടാക്കാൻ കാരണം ഇവർ വസ്ത്രവിധാനം മാത്രമല്ല, ഈ ആലപ്പുഴയിൽ ആ മോഷണം നടന്ന അതേ സമയത്ത് തന്നെയാണ് ഈ പറവൂരിൽ കരിമ്പാടം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്, കുമാരമംഗലം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ 10 വീടുകളിൽ മോഷണം നടന്നിട്ടുണ്ട്, മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കാര്യമായി മോഷണം മുതലൊന്നും പോയിട്ടില്ല, പക്ഷേ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. അത് നാട്ടുകാരെ വലിയ ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇവരുടെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് കുർബാ സംഘത്തിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പോലീസ് FIR ഇട്ട് അന്വേഷിക്കുന്നുണ്ട്. FIRലൊന്നും കുർബാ സംഘമാണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. ഇത് കുർബാ സംഘത്തിൻ്റെ പേരിൽ മറ്റാരെങ്കിലും നടത്തുന്നതാണോ, അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്, ഈ റൂറൽ SP കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തത്, ഇതൊരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനമ്പം DYSP S ജയകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവർ ഇന്നു മുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡ്രോൺ നിരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പറവൂരിൽ ഈ പറയുന്ന മേഖലകളിലൊക്കെ ഒരു 7 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ വെച്ച് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെയും രാത്രിയും ഒക്കെ ആ തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇത്തരത്തിൽ ആരെങ്കിലും ഒളിവിൽ കഴിയുന്നുണ്ടോ, അസാധാരണമായ നീക്കങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകും. ശരി ഉമേഷ്.